ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ്സ് വെച്ചിട്ടൊരു കിടിലൻ ലഡു ആണ്. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർ തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് മെനി ന്യൂട്രിയൻസ്. അത് മാത്രമല്ല വളരെയധികം ഫൈബർ കണ്ടൻറ്റും omega-3 ഫാറ്റ്സും അടങ്ങിയിട്ടുള്ളതാണ്. ഡെയിലി 1-2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലഡു ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ 2 ദിവസത്തിനുള്ള കണക്കിനാണ് എടുക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഫ്ലാക്സ് സീഡ്സും 1/4 കപ്പ് പച്ചരിയും പിന്നെ വലിയ 2 കഷ്ണം ശർക്കര. എൻ്റേത് ചെറിയ ശർക്കരയായ കാരണമാണ് ഞാൻ 4 എടുത്തത്. അപ്പോൾ ഇതിനി നമുക്ക് നല്ല കട്ടിയിൽ പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല കട്ടിക്ക് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലാക്സ് സീഡ്സും പച്ചരിയും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, അത് ഈ ഫ്ലാക്സ് സീഡ്സ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ എന്തുകൊണ്ടാണ് 2 ദിവസത്തിന് കണക്കിന് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല. ഫ്ലാക്സ് സീഡ്സ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാർമണം വരും. അപ്പോൾ കൂടിപ്പോയ ഒരു 3 ദിവസം. അപ്പോൾ അതിനുള്ള കണക്കിന് എടുത്താൽ മതിയാവും. പിന്നെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണല്ലോ. അപ്പോൾ നമുക്ക് 2 ദിവസത്തിനോ 3 ദിവസത്തിനോ കണക്കാക്കിയിട്ട്, ഇതിപ്പോൾ ഒരാളുടെ കണക്കിനാണ് കേട്ടോ പറയുന്നത്, ഒരാൾക്ക് കഴിക്കാനുള്ള കണക്കിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി അത് ഈ പച്ചരി ഒന്ന് പൊരിയുടെ രൂപത്തിലേക്ക് പൊരി ആവണതിന് മുന്നുള്ള ഒരു രൂപമുണ്ടല്ലോ, അത്രയ്ക്കും ആവുമ്പോൾ പിന്നെ ഇത് പൊട്ടി തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കതൊന്ന് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് റെഡിയായി വരുന്നുണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ എല്ലാതും മലിഞ്ഞ് നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ലഡുവിന് മധുരം വേണം എന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം. മധുരം കൂടുതലുള്ളതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഡയറ്റ് ചെയ്യുന്നവരുടെ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ഈ തേങ്ങയും വെന്ത് കിട്ടും. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മട്ടി പോലെ തോന്നും. അപ്പോൾ അതൊന്ന് ഇരുന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇത് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ഫാറ്റ്, അതിൽ omega-3 ഫാറ്റ്സ് ഉള്ള കാരണം കൊണ്ടേ അത് ഇറങ്ങി വരും. അപ്പോൾ നമുക്കൊരു സ്മെല്ല് വ്യത്യാസം തോന്നും. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ആ വറുത്ത ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തത് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി ആക്കിയ മിശ്രിതത്തിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ചെറു ചൂടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. കാരണം നമ്മൾ നല്ല കട്ടിക്കാണല്ലോ ശർക്കര പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാക്കണം. ഇത്രയും കൂടിയും ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത്രയും കൂടിയും വെള്ളം ചേർക്കാം കേട്ടോ. ഇത്രയും കട്ടിക്ക് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഡയറ്റ് ചെയ്യുന്നവരായാലും ശരി, അല്ലാത്തവർക്കും ഇത് കഴിക്കുന്നത് മുടി വളരാനൊക്കെ നല്ലതാണ്. ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണ് നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള ഫ്ലാക്സ് സീഡ്സൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റെസിപ്പിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നത് വഴി ഈ ഫ്ലാക്സ് സീഡ്സിന് വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഇത് കഴിക്കുന്ന വ്യക്തിക്ക് ക്യാൻസറും വരില്ല. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് ഇതിന്. അതുകൊണ്ടാണ് നമ്മുടെ ഡയറ്റിൽ, അതായത് ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കേണ്ട ഒരു സംഭവമാണ് ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല ഉരുളയാക്കി, ഞാനിവിടെ ചെറിയ സൈസിനാണ് കേട്ടോ ഉരുളയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസിലെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു സൈസിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ ഹരീഷ്.